രാജ്യസ്നേഹം മൂത്ത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ കള്ളനോട്ടടിക്കുന്ന കാലമാണ്. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി 4 കാശ് കൈക്കൂലിയായി വാങ്ങുന്നതിൽ എന്താണ് പിന്നെ തെറ്റ്? പറഞ്ഞു വരുന്നത് സംസ്ഥാനത്തെ BJPയെ കുറിച്ചാണ്. വർക്കലയിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ കൂടുതൽ സീറ്റ് അനുവദിക്കുന്നതിനായി BJP നേതാക്കൾ 15 കോടി രൂപയുടെ കോഴ പറഞ്ഞുറപ്പിച്ചു വെച്ചുവത്രേ. പക്ഷേ കാശ് കയ്യിൽ കിട്ടിയില്ല. അപ്പോഴേക്കും പാർട്ടിയിലെ തന്നെ ചില പാരകൾ അതിന് പാര വെച്ച് കളഞ്ഞു. കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നൊരു അഴിമതിയാണ്. കേന്ദ്രഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിവ് നടത്തുന്നു എന്ന് BJPക്ക് അകത്ത് തന്നെ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എഴുതി കൊടുത്തുകൊണ്ടുള്ള ആരോപണം തന്നെ ചില BJP നേതാക്കന്മാർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്രഭരണം കയ്യിലുള്ളത് കൊണ്ട് മെഡിക്കൽ കോളേജിൽ 4 സീറ്റ് കൊടുത്ത് കുറച്ച് കാശ് ഒപ്പിക്കാമെന്ന് വെച്ചത് PK കൃഷ്ണദാസ് വിഭാഗം നേതാക്കളാണത്രേ. ഇത് നമ്മൾ പറഞ്ഞതല്ല കേട്ടോ. കോഴക്കഥ മണത്തറിഞ്ഞ മറ്റു ചില നേതാക്കൾ ഏർപ്പാടാക്കിയ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടാണ് ഇത്. അഴിമതി നടത്തുമ്പോഴെങ്കിലും ഒരു ഒരുമയൊക്കെ വേണ്ടേ? കോഴക്കാശ് പങ്കിട്ടെടുക്കുന്ന കാര്യത്തിൽ ഒരു രമ്യതയിലെത്തിയിരുന്നുവെങ്കിൽ ഈ പാരവെപ്പ് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഈ പശ്ചാത്തലത്തിലാണ് BJPക്ക് തന്നെ ഒരു കമ്മിറ്റിയെ ഇതിൽ നിശ്ചയിക്കേണ്ടി വന്നു. കമ്മിറ്റി അന്വേഷിച്ച ആരോപണത്തിന് വസ്തുതയുണ്ട് എന്ന് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ആക്ഷേപത്തിന്റെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇതൊരു നിയമാനുസൃതമായ അന്വേഷണത്തിന് വിധേയമാക്കും. എന്തായാലും സംഗതി പുറത്ത് പോലീസോ സർക്കാരോ ഒന്നും അറിഞ്ഞിരുന്നില്ല. മാധ്യമങ്ങൾ ഓരോന്ന് അറിയിച്ചു വരികയാണ്. ഇനിയും അറിയാത്തവരെ കൂടുതൽ അറിയിക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഇത്രയും വലിയ കോഴക്കളി പാർട്ടിയിൽ ചർച്ച ചെയ്ത് മുക്കാനുള്ള പരിപാടിയിലാണത്രേ BJP നേതാക്കൾ. അഴിമതി എന്നുള്ളതൊരു പാർട്ടി അന്വേഷിച്ച് മൂടിവെക്കേണ്ടുന്ന കാര്യമല്ല. അത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആക്ട് അനുസരിച്ചുകൊണ്ട് അവരെ നടപടിക്ക് വിധേയമാക്കണം. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില സ്വകാര്യ മാനേജ്മെന്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയതായുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നത്. ഈ ആക്ഷേപം വളരെ ഗൗരവമുള്ളതാണ്. അത് BJPയുടെ കമ്മിറ്റി അന്വേഷിച്ച് ഒതുക്കി തീർക്കുകയല്ല വേണ്ടത്. അഴിമതി ആര് നടത്തിയാൽ അവരുടെ പേരിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഫലമായി ഈ വന്ന വസ്തുതകളെല്ലാം പരിശോധിക്കാൻ വിജിലൻസ് തയ്യാറാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നാട്ടിൽ ഇപ്പോൾ പൊങ്ങുന്ന കേസുകളെല്ലാം നടൻ ദിലീപിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു പോലീസ്. ഒരു കേസ് കഴിയുമ്പോൾ അടുത്തത് എന്ന നിലയിൽ കേസോട് കേസുമായി ദിലീപിനെ വട്ടം ചുറ്റിക്കാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു പോലീസിന്റെ. നടിയെ ആക്രമിച്ച കേസ് പൊങ്ങി വരും വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇപ്പോൾ കുമരകത്ത് ഭൂമി വാങ്ങിയതിൻ്റെയും ചാലക്കുടിയിൽ തിയേറ്റർ കെട്ടിയതിൻ്റെയും എല്ലാം പേരിൽ പോലീസും വിജിലൻസും റവന്യൂ വകുപ്പും എല്ലാം കയറി നിരങ്ങുകയാണ്. ഇനിയും എത്ര കേസുകൾ വരാനുണ്ടോ എന്തോ. ഇതിനിടെ ആ PR ചേർന്ന് ദിലീപിൻ്റെ കേസ് കൂനിന്മേൽ കുരു ആക്കി കളഞ്ഞല്ലോ. ആ ബിന്ദു കൃഷ്ണയെയും മറ്റും ദിലീപിൻ്റെ ഫാൻസുകാർ തെറി വിളിക്കുന്നു എന്നും കാണിച്ച് DGPയെ കണ്ട് പരാതി പറയാൻ പോയിരിക്കുകയാണ് മഹിളാ കോൺഗ്രസുകാർ. ഇനി അതിൻ്റെ പുകിലും കേൾക്കണം. നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നടിക്ക് അനുകൂലമായി ഒരു ഇരയെന്ന നിലയിൽ നടിയുമായി വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ദുര്യോഗം എന്ന നിലയിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയും ആ പെൺകുട്ടിക്ക് വേണ്ടി ധാർമ്മിക പിന്തുണ കൊടുക്കുകയും ചെയ്ത ആളുകൾക്കെതിരായി അതിശക്തമായ ആക്രമണമാണ് സൈബർ മേഖലയിൽ ഉണ്ടാകുന്നത്. മറ്റു പല മാധ്യമങ്ങളിൽ കൂടിയും ആ ഇരയെ അപമാനിക്കാനും ഒപ്പം തന്നെ സ്വാഭാവികമായി നീതിബോധത്തിന്റെ പേര് പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നവരെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. വീണ് കിടന്നാൽ പിന്നെ കാണുന്നവനൊക്കെ വന്ന് ചവിട്ടും. ഞാഞ്ഞൂളുകൾ വരെ ദിലീപിനെതിരെ തല പൊക്കി തുടങ്ങി. ഏതോ ഒരു കാമരാജ് കോൺഗ്രസുകാർ വരെ നടനെതിരെ പ്രതിഷേധിക്കാൻ വന്നിരിക്കുകയാണ്. ചീമുട്ട എറിഞ്ഞുള്ള സമരം. നമ്മുടെ ആര്യാടൻ സാറിനെ കണ്ടിട്ട് കുറച്ച് നാളായി. ഇപ്പോഴിതാ സർക്കാരിനെതിരെ 4 വർത്തമാനം പറയാൻ വന്നിരിക്കുകയാണ്. എവിടെയായിരുന്നു ഈ ആര്യാടൻ സാർ ഇത്രയും നാൾ? ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഗവൺമെന്റ് വന്നതിന്റെ ശേഷം എത്രമാത്രം ദ്രോഹമാണ് ഈ ജീവനക്കാർക്കുണ്ടാക്കി തീർത്തത്. സർക്കാർ എന്തായാലും വലിയ ചതിയായിപ്പോയി ഉദ്യോഗസ്ഥരോട് കാണിച്ചത്. ഇത്രയും നാൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്യാതെ അൽക്കുൽത്തായി നടന്നിരുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് സർക്കാർ ജോലി എടുപ്പിക്കാൻ നോക്കിയത് എന്തായാലും കഷ്ടമായിപ്പോയി. സമരങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. സെക്രട്ടേറിയറ്റിലെ സമരം നിങ്ങൾ കണ്ടതാണ്. ആ സമരത്തിലൊക്കെ അവിടുത്തെ എല്ലാ മാർക്സിസ്റ്റ് സംഘടനകളും എല്ലാ സംഘടനകളും അത് ഒരേ അഭിപ്രായക്കാരാ. പക്ഷേ
അതൊന്നും വകവെക്കാതെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ആ സംഘടന ചെയ്തതെന്നുള്ള ഗവൺമെന്റ് ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. GSTയുടെ ഗുണഗണങ്ങളെ പറ്റിയുമുണ്ട് ആര്യാടൻ സാറിന് പറയാൻ. അത് കേന്ദ്രത്തിന്റെ പണിയാണെങ്കിലും പഴിയെല്ലാം സംസ്ഥാനം കേട്ടല്ലേ പറ്റൂ. ഇവിടെ ചില സാധനങ്ങൾക്ക് വളരെ ചുരുങ്ങിയ നികുതി. ഡയമണ്ട് വാങ്ങിയാൽ 0.25% 0.25% ഡയമണ്ട് വാങ്ങിയാൽ അതിൻ്റെ ടാക്സ്. സ്വർണം വാങ്ങിയാൽ നമുക്ക് 5% കേരളത്തിൽ ഉണ്ടായിരുന്നത്, അതിപ്പോൾ 3% ചുരുങ്ങി. കാരണം ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണല്ലോ, ദിവസം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണല്ലോ ഇതെല്ലാം. നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ ടാക്സ് ആർക്കാണ് ഗുണം കിട്ടിയത്? ഗുണം കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്വർണം വാങ്ങുന്ന ആളുകൾക്ക് ഗുണമുണ്ട്, ഡയമണ്ട് വാങ്ങുന്ന ആളുകൾക്ക് ഗുണമുണ്ട്. ഇന്ന് പണം സൂക്ഷിക്കാൻ നിവൃത്തിയില്ല. കാരണം എപ്പോഴാണ് നരേന്ദ്രമോദി നോട്ടുകൾ മാറ്റി കളിക്കുക എന്നറിയില്ല. അതുകൊണ്ട് എല്ലാവരും സ്വർണത്തിൽ നിക്ഷേപിച്ച് സൂക്ഷിക്കുകയാണ്. അപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കുമ്പോഴൊക്കെ അവർക്ക് ലാഭം ഈ പറയുന്ന കള്ള പണക്കാരനെ സഹായിക്കാൻ മാത്രം പര്യാപ്തമായ ഒരു നിയമമാണത്. BMW മുതലാളിമാർക്ക് GST കൊണ്ടുണ്ടായ നേട്ടവും ആര്യാടൻ സാർ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, കാറ് ടാക്സ് കുറവുണ്ട് കാറിന്. കാരണം കേരളത്തിലെ മുഴുവൻ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ കാറാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് കുറവുണ്ട്. മാരുതിയുടെ സാധാരണ കാറാണെങ്കിൽ 1,62,000 കുറവുണ്ട്. അതേ അവസരത്തിൽ BMW കാറ്, ആ കാറ് വാങ്ങിയാൽ ടാക്സിലെ ഇളവ് 8 ലക്ഷം. നിങ്ങൾ ആലോചിക്കണം. ഈ പറയുന്ന ജൂലൈ 1 മുമ്പ് വാങ്ങിയതിന് ജൂൺ 30 വാങ്ങിയ കാറോ ജൂലൈ 1 വാങ്ങുന്ന കാറും തമ്മിൽ BMW കാറിനുള്ള വ്യത്യാസം 8 ലക്ഷം രൂപയാണെന്ന് ആലോചിക്കണം. തിരുവനന്തപുരം MG കോളേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആകെ കലിപ്പ് സീനാണ്. തങ്ങളുടെ യൂണിറ്റ് രൂപീകരിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ കലിപ്പ് SFI പ്രവർത്തകർ ABVPയോട് കാണിച്ചു. അവസാനം SFI പ്രവർത്തകർ അവിടെ കൊടി പാറിച്ചു.